ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി സുതാര്യമായിട്ട് ഇലക്ഷൻ നടക്കാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ആവശ്യമെന്ന് വിശദമായിട്ട് പറയാനായിട്ട് ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP ജിജ്മോൻ സാർ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകരാണ്. എങ്ങനെയാണ് സുതാര്യമായിട്ട് ഇലക്ഷൻ നടക്കാൻ പറ്റുക എന്നുള്ളത് സാറിനോട് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഇലക്ഷൻ സുതാര്യമായിട്ട് നടത്താൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വേണ്ടത്? 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയ ശേഷം നമ്മൾ തന്നെ നമ്മളെ ഭരിക്കുന്ന ഒരു സംവിധാനം, ഒരു ഡെമോക്രസിയാണ് നിലവിലുള്ളത്. ഇന്ന് 75ഓളം വർഷങ്ങളായപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇലക്ഷനിൽ കുറേ കൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരു 100 വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ളൊരു ഡെമോക്രസി ആയിട്ട് ലോകത്തിന് മാതൃകയാവാൻ നമുക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇലക്ഷന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികൾ അവർക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് പണം അത് കൂടാതെയും ചിലവഴിച്ച് നമ്മുടെ പ്രകൃതിയെ മോശപ്പെടുത്തുന്ന രീതിയിലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളും പേപ്പറുകളും ഇതെല്ലാം ഇവിടെ ഫ്ലെക്സുകളും, ഇപ്പോൾ ഫ്ലെക്സ് കുറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ ഉള്ളത് വളരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥികൾ 3, 4, 5 പേര് സീരിയസ് ആയിട്ട് മത്സരിക്കുന്നവരുടെ പടങ്ങളും അവരുടെ ചിഹ്നങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതനുസരിച്ച് അവരത് പ്രദർശിപ്പിച്ചാൽ സ്ഥാനാർത്ഥികൾ പിന്നെ ഏതൊരു ജംഗ്ഷനിലും എല്ലാവരും ഒരുപോലെ ഇരിക്കുകയും ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചില സ്ഥാനാർത്ഥിക്ക് പണം കൂടുതലുണ്ടാകും, അവർ കൂടുതൽ ഫ്ലെക്സുകളും പോസ്റ്ററുകളും അടയ്ക്കുന്നു. ചിലർ പണം കുറഞ്ഞ സ്ഥാനാർത്ഥി ഉണ്ടാവും. പിന്നീട് അവരെല്ലാം ഈ പണത്തിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുന്നു. അപ്പോൾ ജനങ്ങളോട് അവർ വീണ്ടും ഒബ്ലീജ്ഡായി പോകുന്നു. അത്തരത്തിലുള്ള ആ ഒരു അഭിമാനക്കേട് ഒഴിവാക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ അത് തീരുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പോസ്റ്ററുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വോട്ടുകളുടെ എണ്ണം ഒരു സ്ഥാനാർത്ഥിയും കൂടുതൽ കിട്ടാറില്ല. മറ്റൊന്ന് സ്ക്രീൻ ടൈമാണ്. ഇവിടെ ഏകദേശം 13ഓളം വാർത്താ ചാനലുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ചാനലുകളിലെല്ലാം നമ്മൾക്ക് ഇലക്ഷന് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ആശയങ്ങൾ പറയുകയും അത്തരം ആശയങ്ങൾക്ക് ന്യായമായ സംശയങ്ങൾ ബഹളം കൂടാതെ ചോദിക്കാനായിട്ട് ഉള്ള ഒരു വിവേകം ആളുകൾ കാണിക്കുകയും ചെയ്താൽ അതല്ലേ ഏറ്റവും നല്ല സെലക്ഷൻ എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതൊരു ഇത് ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, ജനങ്ങൾ ആവശ്യം ഏറ്റവും നല്ല ഭരണകർത്താക്കളെയാണ്. അപ്പോൾ അവർക്ക് ശരിയായ ഒരു ട്രെയിനിങ് നാളിതുവരെയില്ല, ഒരു പൊളിറ്റിക്കൽ സർവീസ് ട്രെയിനിങ് ഇല്ല. ഇവിടുത്തെ ഭരണഘടനയെ സംബന്ധിച്ചോ അതിൻ്റെ പ്രിയാമ്പിളിനെ സംബന്ധിച്ചോ ഇവിടുത്തെ ബഡ്ജറ്റിങ്ങിനെ സംബന്ധിച്ചോ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം, ഇങ്ങനെ ഒരു ട്രെയിനിങ്ങും റെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്സിൽ കാണുന്നില്ല. അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചാലായി. പക്ഷേ അതിന് ഈ രാജ്യത്ത് ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ കൊടുക്കേണ്ടതല്ലേ? ആരെങ്കിലും ഈ രാജ്യത്ത് ഇലക്ട്രൽ ആയിട്ട് മത്സരിച്ച് ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരാൻ, അത് പഞ്ചായത്തായാലും നിയമസഭയായാലും അത് ലോക്സഭയായാലും, അവർക്കൊരു 6 മാസത്തെ ട്രെയിനിങ് എങ്കിലും ആ മത്സരത്തിന് മുമ്പ് കൊടുക്കുകയും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ബഹുമാനത്തോടും സഹകരണത്തോടും കൂടി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും ഏറ്റവും നല്ല കാലഘട്ടം. കാരണം ഇപ്പോൾ പലപ്പോഴും ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുന്നു, മറ്റൊരാളെ കുറ്റം പറയുന്നു. എല്ലാവരും ഈ രാജ്യത്തിനെ നന്നാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വീഴ്ചകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കും പോലും അതിൽ നിന്ന് തെറ്റുതിരുത്തി മുന്നോട്ട് പോവുകയും ഇവരുടെ പബ്ലിക് ലൈഫിലേക്ക് വരുന്നവർ ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കുകയും കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പബ്ലിക് സർവീസ് അല്ലേ നമുക്ക്, പൊളിറ്റിക്കൽ സർവീസ് അല്ലേ നമുക്ക് ആവശ്യം എന്നുള്ളത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ രാജ്യത്ത് വികസനങ്ങൾ ഇനി നടന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം ഈ രാജ്യം വിട്ട് മറ്റ് പല രാജ്യങ്ങളിലേക്കും പോയി കഴിഞ്ഞു. ഇവിടുത്തെ ഏറ്റവും ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ ഇവിടെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളനുസരിച്ച്, അത് ടൂറിസം ആണെങ്കിൽ ടൂറിസം, അത് വ്യവസായമാണെങ്കിൽ വ്യവസായം, അത് ഇൻഡസ്ട്രി ആണെങ്കിൽ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ IT മേഖലയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ദീർഘഭാവനയോടുകൂടി ചെയ്യാനായിട്ട് നമ്മുടെ ഇലക്ട്രലായിട്ട് കയറി വരുന്ന ഭരണകർത്താക്കൾക്ക്
നല്ല പഠനവും അതിനനുസരിച്ച് വിവേകവും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർ ഭരണസ്ഥലത്തിലേക്ക് വരുമ്പോൾ പിന്നെ അവർ രാഷ്ട്രീയ പ്രവർത്തനം തൽക്കാലം നിർത്തിയിട്ട് ഭരണത്തിൽ മാത്രം ശ്രദ്ധിക്കുക. തിരിച്ച് അവർ വീണ്ടും വന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകണമെന്നാണ് അവർ പാർട്ടി ആഗ്രഹിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുക. അവർ ഭരണവുമായിട്ട് മിക്സ് ആവാതിരിക്കണം എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു 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 സുദൃഢമായ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ സാധാരണ ആയിട്ടുള്ള എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് യുവജനങ്ങളും അതുപോലെ തന്നെ നല്ല ഐഡിയ ഉള്ളവരും എല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരണം. അതിൽ ഇപ്പോൾ വളരെയധികം നല്ല ആളുകളുടെ ആവശ്യമുണ്ട്. അവർ ഈ രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഒരു നാളെ പ്രതീക്ഷിക്കാനായി കഴിയുള്ളൂ. ഈ സാറ് പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഒരു മുൻകൈ എടുക്കണം അല്ലേ? അതല്ലേ പറഞ്ഞു വരുന്നത്? യെസ്, അതായത് ഈ കാര്യത്തിൽ ക്രിയേറ്റീവായിട്ടും ക്രിയാത്മകമായിട്ടും ചെയ്യാൻ കഴിയുന്ന ശക്തമായ ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പ്രധാന ജഡ്ജ്മെൻറ്റ്സ്, ബഡ്ജറ്റിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് സംഗതി ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് രാജ്യം വളരുന്നത്, ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ എങ്ങനെ വർദ്ധിപ്പിക്കാം, എന്താണ് സ്ത്രീ സുരക്ഷ, എങ്ങനെ വേണം ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് പെരുമാറാൻ, മതപരമായിട്ടുള്ള ഇടപെടൽ എവിടെ വരെ ആവാം. അപ്പോൾ സമൂഹത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഒരു 6 മാസത്തേക്കെങ്കിലും ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വന്നവരെ പഠിപ്പിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു സിലബസ് ഉണ്ടാക്കുകയും ഏത് കോളേജിലും അത് പഠിപ്പിക്കാനായിട്ടുള്ള സബ്ജക്റ്റായിട്ട് ഇടുകയും ഇവിടുത്തെ പ്രമുഖരായ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരോ അതുപോലെ സമൂഹത്തിൽ പ്രസക്തരായവരോ അവർ ക്ലാസ് എടുക്കുകയും ചെയ്യണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റിന് ഉള്ളവർ മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് വരാവുള്ളൂ. അതിന് അഡ്മിഷൻ മേടിക്കാനായിട്ട് യാതൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. സ്കൂളിൽ പോകാത്തവനും വന്നിരുന്ന സംഗതി അവനത് ആ കാര്യങ്ങൾ പഠിക്കാം. അത് പ്രസൻറ്റ് ചെയ്താൽ മതി. അത് എഴുതി പറയാൻ പറ്റില്ലെങ്കിൽ അത് പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചാൽ മതി. പക്ഷേ അത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ വികസനങ്ങൾ സ്ലോ ആണ് എന്നുള്ളതാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വികസനം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതർ പാർട്ടീസ് ആ വെറുപ്പിൻ്റെ സംഗതിയല്ല, സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഫിലോസഫി ആയിരിക്കണം നമ്മൾ ഇന്ത്യക്കാർ ഒന്നിച്ചുകൊണ്ടുള്ളൂ. നമ്മൾ ബ്രിട്ടീഷുകാർ ഓടിച്ചു വിട്ട് കഴിഞ്ഞു, ഇനി നമ്മൾ തന്നെ ഉള്ളൂ നമ്മളെ ഭരിക്കാൻ. അതിനുവേണ്ടി നമുക്ക് ഭരണഘടനയുണ്ട്. അതിന് വ്യത്യാസമുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ഡെമോക്രസിയിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുക, നമ്മൾ സൈലൻ്റ് ആവുക. നമ്മുടെ ഐഡിയയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നവരെ നമ്മൾ കാത്തിരിക്കുക. അല്ലാതെ വയലൻസ് കാണിച്ച് ഒഴിവാക്കുകയോ ഒതുക്കുകയോ അല്ലെങ്കിൽ മറ്റേ കള്ളത്തരം കാണിച്ച് വോട്ട് കൂട്ടുകയോ ഇത്തരം പരിപാടികൾ ഒരിക്കലും ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിക്ക് പറ്റുന്നതല്ല. ഇന്ത്യ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ലോകശക്തിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ കപ്പാസിറ്റി കൊണ്ടും അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ ലോകത്തിന് വിവിധ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ട കാലം ആയി. ആറ്റിറ്റ്യൂഡ് മാറ്റണമെങ്കിൽ അതിനൊരു ട്രെയിനിങ് വേണം. അത് നമ്മൾ ഭരിക്കുന്നവരിൽ ആ സംഗതി ഇൻകൾക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഭരിക്കപ്പെടുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. എങ്കിൽ മാത്രമാണ് ശരിയായ ഒരു വികസനം, അതെന്താണോ ഗാന്ധിജി ഉദ്ദേശിച്ചത് ആ തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുള്ളൂ. ഒരു ഗ്രാമസ്വരാജോ അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണഘടനയുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് ഇലക്ഷൻ കമ്മീഷൻ ജാഗ്രത പാലിക്കണം. അതിന് സ്ഥാനാർത്ഥികൾ ഒരിക്കലും പിരിക്കാനായിട്ട് വിടാൻ പാടില്ല. സ്ഥാനാർത്ഥികൾ എനിക്ക് ഫണ്ട് എനിക്ക് പ്രിന്റ് ചെയ്യാനുണ്ട്, എനിക്ക് തരിക എന്നുള്ള ആ ഒരു സാഹചര്യം പാടില്ല. അങ്ങനെ ഫണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല ഫണ്ട് പിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ലെന്നാണ്. പക്ഷേ ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യമല്ലേ. ഒരു സ്ഥാനാർത്ഥി എൻ്റെ ഇലക്ഷൻ്റെ ചെലവിന് എനിക്ക് പണം തരുമെന്ന് ഒരു വ്യവസായിയോട് പറഞ്ഞാൽ നാളെ ആ വ്യവസായി ആ സ്ഥാനാർത്ഥിയോട് പറയും എൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്, പൊല്യൂഷൻ്റെ ഇഷ്യൂ ഉണ്ട്, നിങ്ങളത് ഒന്നും മിണ്ടാണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാഭിമാനത്തോടെ നിൽക്കണമെങ്കിൽ അദ്ദേഹം സംഗതി ആരുടെയും മറ്റേ ഒരു സ്വാധീനത്തിന് വഴങ്ങാത്ത ആളായിട്ട് തുടരണമെങ്കിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യ ഗവൺമെൻറ്റും ആയിരിക്കണം, അത് ഏത് സ്ഥാനാർത്ഥി. അപ്പോൾ അത്തരത്തിലൊരു സ്കീം ഇലക്ഷൻ കമ്മീഷൻ മാത്രം കൊണ്ടുവരാനേ കഴിയും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൺസെൻസോടുകൂടി ചെയ്യാം. എങ്കിൽ മാത്രമേ നല്ല ആളുകൾ പൊളിറ്റിക്സിലോട്ട് വരുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണമുള്ളവരും മാഫിയ ആളുകളും ഒക്കെ ഒരുപക്ഷെ ഇലക്ഷനിൽ കൂടുതലായിട്ട് പണം മുടക്കാൻ കപ്പാസിറ്റി ഉള്ളവർ മാത്രമായിട്ട് ഇലക്ഷൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് വരും. അത് രാജ്യത്തിന് നല്ലതാവില്ല.